ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF ഒരു ചരിത്ര വിജയം നേടാൻ പോവുകയാണ്. 2010 ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിജയം ഉണ്ടായത്. 70% പഞ്ചായത്തുകൾ അന്ന് വിജയിക്കുകയുണ്ടായി. ഇപ്പോൾ അത് വിജയം പ്രത്യേകിച്ചും ഈ ശബരിമലയുടെ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരോടും കടുത്ത പ്രതിഷേധത്തിലാണ്. ഇനിയും ശബരിമല കൊള്ള നടത്തിയ ആളുകളെ ഇനിയും കയ്യാമം വെച്ച് ജയിലിൽ അടക്കേണ്ടിയിരിക്കുന്നു. അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ഇത് വൻതോതിൽ വലിയ ആളുകൾ ഇനി കുടുങ്ങേണ്ടിയിരിക്കുന്നു. അവരെത്ര വലിയവരാണെങ്കിലും നിയമത്തിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരേണ്ടി വരും, നിയമത്തിന് മുമ്പിൽ വരും. തന്നെയുമല്ല, വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും കഷ്ടപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിന് എങ്ങനെ വോട്ട് ചെയ്യാൻ കഴിയും? സർക്കാർ വിരുദ്ധ വികാരം വളരെ ശക്തമാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ UDF-ന് ഒരു ചരിത്ര വിജയം ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. ശബരിമല ഒരു വലിയ വിഷയം തന്നെയാണ്. കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഒരു സംഭവമാണിത്. ഇനി നാളെ 10-ാം തീയതി ഞാൻ ഇത് സംബന്ധിച്ചുള്ള എനിക്ക് കിട്ടിയ വിവരങ്ങൾ SITക്ക് ഞാൻ നൽകുന്നതാണ്. നാളെ 11 മണിയോടുകൂടി എൻ്റെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും ഞാൻ SITക്ക് നൽകും. അവരെന്നെ വിളിച്ചിരുന്നു, ഞാൻ നാളെ ചെല്ലാമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ ഞാൻ കൈമാറും. ഇത് അന്തർദേശീയ തലത്തിലുള്ള ഒരു വലിയ കൊള്ളയാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കോടാനുകോടി വില വരുന്ന ഒരു ആൻറ്റിക്സ് ആയിട്ട് ഇത് വിറ്റിരിക്കുന്നു. ഇത് ഇതുവരെ കണ്ടുപിടിച്ചില്ലോ എവിടെയാന്ന്. ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്താ കഴിയാത്തത്? ഇത് അന്തർദേശീയ മാർക്കറ്റിലേക്ക് പോയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് നാളെ എനിക്ക് കിട്ടിയ വിവരങ്ങൾ, തെളിവുകളല്ല, ആ വിവരങ്ങൾ ഞാൻ SITക്ക് മുമ്പാകെ പറയും. അല്ല, അത് അറിയാവുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങൾ നാളെ SITയോട് പറയും. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വെച്ചു. അദ്ദേഹത്തെ അവർ ചോദ്യം ചെയ്യട്ടെ, അദ്ദേഹം പറയാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്, എൻ്റെ കയ്യിലല്ല. പക്ഷെ എന്നോട് വന്ന് പറഞ്ഞത് അദ്ദേഹമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നാളെ ഞാൻ വെളിപ്പെടുത്തും. അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം കൊടുക്കണം. അദ്ദേഹത്തിന് ഭയമുണ്ട്. സംരക്ഷണം കൊടുത്താൽ